ഒരൊറ്റ കോളിൽ അസ്ഥിക്ക് പിടിച്ചു പോയ ഒരു റെസിപ്പിനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഉച്ചഭക്ഷണം ആക്കുന്ന തിരക്കില്ല. ഇന്ന് പ്രത്യേകിച്ചൊന്നും ആക്കണ്ടെന്ന് കരുതി പരിപ്പും മുരിങ്ങയ്ക്കയും ഇട്ടിട്ട് പച്ചക്കറിയും എന്തെങ്കിലും ഒരു മീൻ പൊരിച്ചതും. ഫ്രിഡ്ജിലുള്ള മീനൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടപ്പോൾ കൂട്ടത്തിൽ കുറച്ച് മുള്ളൻ മീനും ഉണ്ടായിരുന്നു. ഇത് ആവോലി. മുള്ളൻ മീൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അമ്മയുടെ കോള്. കുറേ കിന്നാരം പറയുന്ന കൂട്ടത്തിൽ അമ്മ ചോദിച്ചു, ഇന്ന് ഉച്ചത്തേക്ക് എന്താടി ആക്കിയേ? ഞാൻ പറഞ്ഞു, ആക്കാൻ പോകുന്നതേ ഉള്ളൂ, കുറച്ച് മുള്ളനുണ്ട്, എന്താ ആക്കുക? എനിക്കാണെങ്കിൽ മുള്ളൻ ഇഷ്ടമല്ല, അതെങ്ങനെ വെച്ചാലും എനിക്കത് കഴിക്കാനും പറ്റുന്നില്ല, അതിന് ടേസ്റ്റും പിടിക്കുന്നില്ല. അപ്പം അമ്മ പറഞ്ഞു, ഞാനൊരു റെസിപ്പി പറഞ്ഞുതരാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നീ കട്ട ഫാനാവുന്നു. ഞാൻ ആദ്യമൊന്നും വിട്ടുകൊടുത്തില്ല, എന്നിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് പുളിയെടുത്ത് വെള്ളത്തിലിട്ട് പുതർത്തി ആ വെള്ളം ഊറ്റിയെടുക്കുക. അതിലോട്ട് കുറച്ച് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പിലയും ഇട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചതങ്ങനെ കുറുകി വരുമല്ലോ, കുറുകി വരുമ്പോൾ കുറച്ച് മുള്ളനും അതിലിടുക. അത് കുറച്ച് നല്ല വറ്റി വരുമ്പോൾ കറിവേപ്പിലയും ഒരു നുള്ള് വെളിച്ചെണ്ണയും ഒറ്റിച്ചിട്ട് നല്ലോണം തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. തക്കാളി ഇടണ്ട, ഉള്ളി ഇടണ്ട, വേറെ ഒന്നും ഇടണ്ട. ഞാനും ഞെട്ടിപ്പോയി, അമ്മ പറഞ്ഞത് എന്തെങ്കിലും ഞാൻ കേട്ടത് മിസ്റ്റേക്കാണോ എന്ന്. എന്നിട്ടൊന്ന് ചെയ്തു നോക്കി. എൻ്റെ പടച്ചോനെ, എൻ്റെ വായിൽ ഇപ്പോഴും അതിൻ്റെ വെള്ളം വരുന്നുണ്ട്. എന്തൊരു ടേസ്റ്റാണെന്നറിയോ. അതവിടെ വെച്ചതിന് ശേഷം ആവോലി ഒരു വിധത്തിൽ വൃത്തിയാക്കി മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചു. കാരണം എനിക്ക് ഈ മുള്ളൻ മാത്രം മതിയായിരുന്നു, അതിന് അത്ര ടേസ്റ്റായിരുന്നു. മുള്ളൻ ഇഷ്ടമല്ലാത്ത എനിക്കും പുളി ഇഷ്ടമല്ലാത്ത എൻ്റെ കെട്ടിയോനും അസ്ഥിക്ക് പിടിച്ചുപോയ റെസിപ്പിയാണിത്. എന്നാ മോനെ ടേസ്റ്റ് എന്നറിയോ, പറഞ്ഞാൽ പറ്റത്തില്ല. ഒരു വിധത്തിൽ ഞാൻ ഈ ആവോലിയുടെ ക്ലീനപ്പെല്ലാം ചെയ്തു, മസാലയും പുരട്ടി വെച്ചു. രാത്രി മാത്രം പൊരിക്കാമെന്ന് വിചാരിച്ചു. ഉച്ചക്കാവൊരു സംഭവം മാത്രം മതിയല്ലോ. ഉച്ചക്ക് നല്ല കറിവേപ്പിലയെല്ലാം ഇട്ട് ചെറിയ മസാലയും പുരട്ടിയിട്ട് നല്ല ചെറിയ തീയിൽ അതങ്ങനെ അപ്പുറം ഇപ്പുറമൊക്കെ പൊരിച്ചങ്ങ് എടുത്തു. ആവോലി ചെറിയ തീയിൽ മൊരിച്ചിട്ട് നല്ല മൊരിച്ചിട്ട് എടുക്കണം. അതായത് മേൽഭാഗവും താഴ്ഭാഗം മാത്രം, മൊത്തം കരിയിക്കാൻ പാടില്ല. ചെറിയ തീയിലിട്ടിട്ട് മൊരിച്ചെടുത്ത് നല്ല ടേസ്റ്റാണ്.